UDF പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്ന KSRTCയിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി ഇപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് നീങ്ങുകയാണ്. സർക്കാർ അധികാരമേറ്റ് 10 ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഈ പദ്ധതി നടപ്പിലാക്കാത്തതിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ശക്തമാവുകയാണ്. പദ്ധതി നടപ്പിലായാൽ ഉണ്ടാകാൻ പോകുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ച നടക്കുന്നത്. കണക്കുകൾ പ്രകാരം പ്രതിമാസം ഏകദേശം 90 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് KSRTCക്ക് ഇതുമൂലം ഉണ്ടാവുക. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള കോർപ്പറേഷനെ ഇത് എങ്ങനെ ബാധിക്കുമെന്നത് വലിയൊരു ചോദ്യചിഹ്നം കൂടിയാണ്. അതേസമയം തിരഞ്ഞെടുപ്പ് സമയത്ത് ഈ വിഷയത്തിലുണ്ടായ ചില വിവാദങ്ങളും വീണ്ടും ചർച്ചയാകുന്നുണ്ട്. ചിറയൻകീഴിൽ മത്സരിച്ച രമ്യ ഹരിദാസ് തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഒരു സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്ത് നടത്തിയ ട്രയൽ റൺ അന്ന് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് വഴി തുറന്നത്. വാഗ്ദാനങ്ങൾ എത്രത്തോളം പ്രായോഗികമാണെന്നതിന് തെളിവായി പ്രതിപക്ഷ പാർട്ടികൾ ഈ സംഭവത്തെ ഉയർത്തിക്കാട്ടുന്നുമുണ്ട്. മറ്റൊരു പ്രധാന വശം സ്വകാര്യ ബസ് വ്യവസായമാണ്. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര ലഭിക്കുന്നതോടെ സ്വകാര്യ ബസ്സുകളിലെ വരുമാനം കുത്തനെ ഇടിയുമെന്നും ഇത് ഈ മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നുമാണ് ബസ് ഉടമകളുടെ ആശങ്ക. വാഗ്ദാനം പാലിക്കാത്തതിൽ പ്രതിഷേധിച്ച മഹിളാ മോർച്ച ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിനോടകം തന്നെ വിവിധ പ്രദേശങ്ങളിൽ സമരവുമായി രംഗത്തെത്തിയതാണ്. ഈ പ്രായോഗിക തടസ്സങ്ങൾക്കിടയിൽ സർക്കാർ എങ്ങനെ ഈ വാഗ്ദാനം നിറവേറ്റുമെന്നും സ്വകാര്യ ബസ് മേഖലയെ എങ്ങനെ സംരക്ഷിക്കുമെന്നും വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.